ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസ പരിശീലന പാഠാവലിയിലെ 6-ാമത്തെ അധ്യായമാണ് നാം ഇന്ന് കൂടുതൽ മനസ്സിലാക്കാനായി ശ്രമിക്കുന്നത്. നമ്മുടെ അധ്യായത്തിന്റെ പേരാണ് ദൈവവിളിയും എന്റെ മറുപടിയും. ദൈവവിളി എന്നുള്ളത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്കാണ്, അല്ലേ? പക്ഷേ പ്രധാനമായും ദൈവവിളി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അച്ഛന്മാരെയും സിസ്റ്റർമാരെയുമാണ്. എന്നാൽ ഈ ദൈവവിളി എന്നുള്ളത് കത്തോലിക്ക സഭയിലെ ഓരോ അംഗത്തിനും മാമോദിസ സ്വീകരിച്ച് സഭയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ അംഗത്തിനും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് എത്ര പേർക്കറിയാം? നാം എല്ലാവരും ഓരോ ദൈവവിളിയുടെ ഭാഗമാകേണ്ടവരാണ്. ദൈവവിളിക്ക് ഉത്തരം കൊടുക്കേണ്ടവരാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണ് ശരിക്കും ഒരു വിളി എന്ന് പറഞ്ഞാൽ? കോൾ. ഇന്നത്തെ കാലത്ത് നാം വിളികളുടെ മധ്യത്തിലാണ് ജീവിക്കുന്നത്. ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സെൽ ഫോൺ നമ്മുടെയെല്ലാം ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി മാറിക്കഴിഞ്ഞു. പല രീതിയിലുള്ള വിളികൾ നമുക്ക് അതിൽ നിന്ന് കിട്ടാറുണ്ട്, അല്ലേ? ഫോണിലൂടെ വിളിക്കാറുണ്ട്, വാട്സാപ്പിലൂടെ വിളിക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെ വിളിക്കാറുണ്ട്. അങ്ങനെ പലവിധ ആപ്ലിക്കേഷനുകളിലൂടെ നമുക്ക് വിളികൾ ലഭിക്കുന്നു. നമ്മൾ വിളികൾ നടത്തുന്നു. ഈ ഓരോ വിളിയിലും ഒരു വിളിക്കുന്നയാളും കേൾക്കുന്നയാളുമുണ്ട്. അതിനേക്കാൾ ഉപരി അതിൽ കൂടി പങ്കുവയ്ക്കാനുള്ള ഒരു സന്ദേശവുമുണ്ട്. വിളിക്കുന്ന ആൾക്ക് കേൾക്കുന്നയാൾ കൊടുക്കുന്ന മറുപടിയാണ് ആ വിളി തുടരുന്നതിലും ആ വിളി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം. ഇതുപോലെ തന്നെയാണ് ദൈവവും. ദൈവം ഓരോ സന്ദർഭത്തിലും നമ്മെ വിളിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ മൊബൈൽ ഫോണിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒന്നും അല്ലായിരിക്കാം. പക്ഷേ ഓരോ സമയവും ദൈവത്തിന്റെ സ്വരം നമ്മെ വിളിക്കുന്നുണ്ട്. അബ്രാഹത്തെയും മോശയെയും പ്രവാചകന്മാരെയും ഒക്കെ വിളിച്ചതുപോലെ തന്നെ ഗബ്രിയേൽ ദൈവദൂതൻ വഴി മാതാവിനും ഇതുപോലെയുള്ള ഒരു വിളിയാണ് ലഭിച്ചത്. കടൽ തീരത്തിരുന്ന ശിഷ്യന്മാരെയും ഈശോ വിളിച്ചത് ഇതുപോലെയാണ്. ഇവരെല്ലാം ദൈവവിളി കേട്ടവരാണ്. ദൈവം ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റിയവരാണ്. അത് അവരുടെ സന്തോഷത്തിനും നിത്യനന്മയ്ക്കും കാരണമായി. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ദൈവവിളി? അത് ഇങ്ങനെ നമുക്ക് പറയാം. ദൈവവിളി ആന്തരികമായ ഒരു പ്രചോദനവും വിശുദ്ധിയിലേക്കുള്ള വിളിയും തെരഞ്ഞെടുപ്പുമാണ്. ആ പ്രചോദനം ആത്മാവിൽ ഒരു വിത്ത് പോലെ പതിക്കുകയും കാലത്തിന്റെ തികവിൽ അത് വളർച്ച പ്രാപിക്കുകയും ചെയ്യും. നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് വ്യക്തമായ ഒരു പദ്ധതി പിതാവായ ദൈവത്തിനുണ്ട്. ഈ പദ്ധതി നമ്മുടെ നന്മയ്ക്കും സന്തോഷത്തിനുമുള്ളതാണ്. ഈ വാചകം ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 29-ാം അധ്യായം 11-ാം വാക്യമാണ്. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ മിശിഹായിലൂടെയാണ് നമുക്ക് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തി കിട്ടുന്നത്. ദൈവം വിളിക്കുന്നു എന്നതാണ് ഏത് ദൈവവിളിയുടെയും അടിസ്ഥാനം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ദൈവവിളിയുടെ ആരംഭകൻ ഈശോ മിശിഹായാണ്. മിശിഹ ഓരോ വ്യക്തികളെയും സ്നേഹപൂർവ്വം സമീപിക്കുകയും സ്നേഹത്തിന് പ്രത്യുത്തരം നൽകി ഒരു ജീവിത വഴി തിരഞ്ഞെടുക്കാൻ ആ വ്യക്തിയെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ദൈവത്തിന്റെ ഒരു ക്ഷണക്കത്താണ് ദൈവവിളി. ദൈവവിളി എന്ന വാക്ക് അല്ലെങ്കിൽ മലയാള പദം വൊക്കേഷൻ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനമാണ്. വൊക്കേഷൻ എന്ന വാക്ക് വിളിക്കുക, കോൾ എന്നർത്ഥം വരുന്ന വൊക്കെയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. സാധാരണയായി നമ്മൾ ജീവിതാന്തസ് എന്നും ഒരു പദവും ഈ ദൈവവിളിക്ക് ഉപയോഗിക്കാറുണ്ട്. തിരുസഭയിൽ പ്രധാനമായും 4 ദൈവവിളികളാണുള്ളത്. അവ ഇവയാണ്. ഒന്നാമത്തേത് വിവാഹ ജീവിതം, രണ്ടാമത്തേത് പൗരോഹിത്യ ജീവിതം, മൂന്നാമത്തേത് സന്യസ്ത ജീവിതം, നാലാമത്തേത് ഏകസ്ഥ ജീവിതം. ഇതിൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും എല്ലാം മനോഹരമായി നാം കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കിയതാണ്. അതിന്റെ ഒരു തുടർച്ചയാണിത്. വിവാഹം തിരുസഭയിലെ ഒരു പ്രധാനപ്പെട്ട ദൈവവിളിയാണ്. ദമ്പതിമാരുടെ സമ്പൂർണമായ ആത്മസമർപ്പണത്തിന്റെ ഒരു ഉടമ്പടിയാണ് വിവാഹം എന്ന കൂദാശ. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ഉടമ്പടിയുടെ ഭാഗമായി ഇത് മാറുന്നു. വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ 4 എണ്ണമാണ്. അതിലൊന്നാണ് ദമ്പതിമാരുടെ നന്മ, രണ്ടാമത്തേത് അവരുടെ സന്താനങ്ങൾ, മൂന്നാമത്തേത് അവരുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, നാലാമത്തേത് സുവിശേഷവത്കരണം.
ഇതിൽ ആദ്യത്തേതാണ് ദമ്പതിമാരുടെ നന്മ. ഭാര്യാഭർതൃ ബന്ധം ഒരു വലിയ രഹസ്യമാണ്. ഇത് മിശിഹായും തിരുസഭയും തമ്മിലുള്ള ബന്ധം പോലെ വളരെ പവിത്രവും ദൃഢവുമായ സ്നേഹത്തിന്റെ ഉടമ്പടിയാണ്. സ്നേഹം തന്നെയായ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. തുടർന്ന് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള കഴിവ് അവന് നൽകുകയും ചെയ്തു. വിവാഹത്തിലൂടെ സ്ത്രീയും പുരുഷനും ശുദ്ധീകരിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ക്രൈസ്തവ മൂല്യങ്ങളിൽ സമ്പന്നമാക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥം പറയുന്നത്. ഇങ്ങനെ പരസ്പരം സ്നേഹത്തിലൂടെയുള്ള ആത്മസമർപ്പണത്തിലൂടെ നന്മയിലേക്ക് നയിക്കുന്നതാണ് വിവാഹം. വിവാഹത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യമാണ് സന്താനങ്ങൾ. വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ഇതുകൂടിയാണ്. വിവാഹത്തിലൂടെ മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുകയാണ്. സ്നേഹത്തിലൂടെ ഒന്നായിത്തീരുന്ന ഭാര്യയും ഭർത്താവും ദൈവഹിതമനുസരിച്ച് ദൈവത്തിനായി മക്കൾക്ക് ജന്മം നൽകുന്നു. വിവാഹവും ദാമ്പത്യ സ്നേഹവും അവയുടെ സ്വഭാവത്തിൽ തന്നെ മക്കൾക്ക് ജന്മം നൽകാനും അവരെ വളർത്താനുമായി ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മക്കളാണ് വിവാഹത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഫലങ്ങൾ. വിവാഹത്തിന്റെ മൂന്നാമത്തെ ലക്ഷ്യമാണ് തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം. ദൈവം നൽകുന്ന മക്കളെ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് വളർത്തുക എന്നത് ദമ്പതികളുടെ പ്രധാന കടമയാണ്. ദാമ്പത്യ സ്നേഹത്തിന്റെ ഫലങ്ങളായ മക്കളെ വിദ്യാഭ്യാസത്തിലൂടെ വളർത്തിയെടുക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസവുമാണ്. ധാർമ്മികവും ആധ്യാത്മികവും ദൈവീകവുമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വിദ്യാഭ്യാസം അവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥം പറയുന്നത് മാതാപിതാക്കളാണ് കുട്ടികളുടെ പ്രഥമ അധ്യാപകരും പ്രധാന അധ്യാപകരും എന്നാണ്. അതായത് കുട്ടികളുടെ ആദ്യത്തെ ടീച്ചറും ഹെഡ് മാസ്റ്ററും എല്ലാം അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. വിവാഹത്തിന്റെ നാലാമത്തെ ലക്ഷ്യമാണ് സുവിശേഷവത്കരണം. അതായത് തങ്ങളുടെ കുട്ടികളെ സുവിശേഷവത്കരിക്കാനുള്ള ഉത്തരവാദിത്വം വിവാഹമെന്ന കൂദാശയിൽ മാതാപിതാക്കൾ സ്വീകരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ജന്മം കൊടുക്കുക മാത്രമല്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക മാത്രമല്ല, മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ബാല്യകാലത്തിൽ തന്നെ വിശ്വാസം പകർന്നു കൊടുത്ത്, സഭാത്മക ജീവിതം പകർന്നു കൊടുത്ത്, ക്രിസ്തുവിനെ പകർന്നു കൊടുത്ത്, സുവിശേഷം പകർന്നു കൊടുത്ത് ജീവിതം പരിശീലിപ്പിക്കണം എന്നുള്ള ഒരു ദൗത്യം വിവാഹത്തിലൂടെ, വിവാഹ വാഗ്ദാനത്തിലൂടെ ദമ്പതികൾ പരസ്പരം സ്വീകരിക്കുന്നുണ്ട്. ഇതാണ് വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട 4 ലക്ഷ്യങ്ങൾ. വിവാഹത്തെ മനസ്സിലാക്കുമ്പോൾ വിവാഹം വേണം എന്നാൽ മക്കൾ വേണ്ട എന്ന് ചിന്തിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ചിന്താഗതിയെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? എങ്കിൽ ആ ചിന്ത ഒരു പാപകരമായ ചിന്താഗതിയാണ്. വിവാഹവും ദാമ്പത്യ സ്നേഹവും അതിന്റെ സ്വഭാവത്തിൽ തന്നെ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർന്ന് മക്കൾക്ക് ജന്മം നൽകാനും അവരെ വളർത്താനുമായി മാത്രം ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് സഭാപഠനം. ഈ ഒരർത്ഥത്തിൽ വിവാഹം വേണം, മക്കൾ വേണ്ട എന്നുള്ള ചിന്താഗതി സഭയുടെ പഠനത്തിനെതിരാണ്. അതൊരു പാപകരമായ ചിന്തയാണ്. നമ്മുടെ തിരുസഭയിലെ രണ്ടാമത്തെ ദൈവവിളിയാണ് പൗരോഹിത്യ ജീവിതം. എന്താണ് പൗരോഹിത്യമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പൗരോഹിത്യം 2 തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒന്ന് പൊതു പൗരോഹിത്യവും ഒന്ന് ശുശ്രൂഷ പൗരോഹിത്യവും. പൊതു പൗരോഹിത്യം എന്നാൽ പുരോഹിതനും പ്രവാചകനും രാജാവുമായ മിശിഹായുടെ ദൗത്യത്തിൽ പങ്കുചേർന്ന് വിശ്വാസികളായ നാം നമ്മുടെ പൊതു പൗരോഹിത്യം പ്രാവർത്തികമാക്കുകയാണ്. ഉദാഹരണത്തിന് മാമോദിസ സ്വീകരിച്ച എല്ലാവരും പുരോഹിതരായിത്തീരുന്നു. നമ്മുടെ പൊതു പൗരോഹിത്യ ധർമ്മം അനുഷ്ഠിക്കപ്പെടുന്നത് മാമോദിസയിലൂടെ ലഭിച്ച കൃപാവരത്തിന്റെ വർധനവിലൂടെയാണ്. അതായത് മാമോദിസയിലൂടെ സ്വീകരിച്ച കൃപാവരം തുടർന്നുള്ള കൂദാശ സ്വീകരണങ്ങളിലൂടെ സഭാത്മക ജീവിതത്തിലൂടെ എല്ലാം വർദ്ധിപ്പിക്കുമ്പോഴാണ്. വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഉപവിയിലൂടെയും ജീവിതത്തിലൂടെ മാമോദിസ സ്വീകരിച്ച എല്ലാവരും ക്രിസ്തുവിന്റെ പൊതു പൗരോഹിത്യത്തിൽ അംഗമായി തീരും. അതേസമയം രണ്ടാമത്തേതാണ് ശുശ്രൂഷ പൗരോഹിത്യം. ഇത് തിരുസഭയിലെ ഒരു രണ്ടാമത്തെ ദൈവവിളിയാണ്. അതായത് സഭയുടെ സമൂഹത്തിൽ നിന്ന് കർത്താവ് ചിലരെ വിളിക്കുന്നു, വേർതിരിക്കുന്നു, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി പ്രതിഷ്ഠിക്കുന്നു. ഇതാണ് ശുശ്രൂഷ പൗരോഹിത്യം. പഴയ നിയമത്തിൽ ലേവി ഗോത്രത്തെ ദൈവം വിളിച്ച് വേർതിരിച്ച് പ്രത്യേക പൗരോഹിത്യ ദൗത്യം ഏൽപ്പിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് ഇതുപോലെ
ദൈവം വിളിച്ച് വേർതിരിച്ച് ശുശ്രൂഷ പൗരോഹിത്യം നൽകുന്നവരാണ് പുരോഹിതരായി മാറുന്നത്. മിശിഹായിലൂടെ നൽകപ്പെട്ട സവിശേഷമായ പൗരോഹിത്യത്തിലാണ് ഇന്ന് സഭയിൽ വൈദികർ പങ്കുചേരുന്നത്. തിരുപ്പട്ടം എന്ന കൂദാശ സ്വീകരിച്ച വൈദികരും മെത്രാന്മാരുമാണ് ഈ ദൈവവിളി സ്വീകരിച്ചവരും അത് പൂർത്തിയാക്കിയവരും. വിവാഹത്തിന് 4 ലക്ഷ്യങ്ങൾ പറഞ്ഞ പോലെ പൗരോഹിത്യ ധർമ്മത്തിനും പ്രധാനമായിട്ടും 3 ദൗത്യങ്ങളുണ്ട്. അവ പ്രവാചക ദൗത്യം, വിശുദ്ധീകരണ ദൗത്യം, ഇടയ ദൗത്യം എന്നിവയാണ്. അതിൽ ഒന്നാമത്തേതാണ് പ്രവാചക ദൗത്യം. പ്രവാചക ദൗത്യം എന്ന് പറഞ്ഞാൽ വാക്കിനാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ എന്താണ് ചെയ്തത്? അവർ ദൈവത്തിന്റെ നാമത്തിൽ ജനങ്ങളുടെ തെറ്റുകൾ തിരുത്തി നന്മയുടെ മാർഗം പഠിപ്പിച്ചു. മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നടത്തി അവരുടെ ദൗത്യം നിറവേറ്റി. ഈ പ്രവചന ദൗത്യം അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റിയത് ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനായ മിശിഹായാണ്. അവിടുന്ന് ദേവാലയത്തിലും സിനഗോഗുകളിലും പട്ടണങ്ങളിലും എല്ലാം ചുറ്റി സഞ്ചരിച്ച് എല്ലാ തരത്തിലുള്ള ജനങ്ങളോട് സംസാരിക്കുകയും പഠിപ്പിക്കുകയും തെറ്റുകൾ തിരുത്തുകയും ചെയ്തു. ഇതുപോലെ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന ഓരോ പുരോഹിതനും ഈശോയുടെ പഠിപ്പിക്കുക എന്ന പ്രവാചക ദൗത്യത്തിൽ പങ്കുചേരുകയാണ്. പ്രവാചക ദൗത്യത്തിന്റെ നിർവഹണത്തിനുള്ള മാനദണ്ഡം തിരുസഭയുടെ പ്രബോധനങ്ങളും തിരുവചനവുമാണ്. ഇനി രണ്ടാമത്തെ ദൗത്യമാണ് വിശുദ്ധീകരണ ദൗത്യം. നിത്യപുരോഹിതനായ ഈശോ എന്നേക്കുമായി ഒരിക്കൽ മാത്രം ബലിയർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും രക്ഷ സാധ്യമാക്കി. മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന ഒരു പുരോഹിതന് പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിലൂടെയും തിരുസഭയിലെ കൂദാശകളുടെ പരികർമ്മത്തിലൂടെയും യാമപ്രാർത്ഥനകളിലൂടെയും കൂദാശ അനുകരണങ്ങളിലൂടെയും മാധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെയും ഈ വിശുദ്ധീകരണ ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു പുരോഹിതന്റെ വിശ്വാസ ജീവിതം, ജീവിതത്തിലെ വിശുദ്ധി, പ്രാർത്ഥന, രൂപി ഇവയെല്ലാം ദൈവജനത്തിന്റെ വിശുദ്ധീകരണത്തിനും എപ്പോഴും പ്രചോദനമാകുന്നു. മൂന്നാമത്തേതും അവസാനത്തേതുമായ ദൗത്യമാണ് ഇടയ ദൗത്യം. ഒരു ക്രിസ്തീയ പുരോഹിതന്റെ ഇടയ ദൗത്യം എന്ന് പറയുന്നത് തന്റെ ദൈവജനത്തെ നയിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. അജഗണത്തിന്റെ സംരക്ഷണത്തിനും രക്ഷയ്ക്കും വേണ്ടി സ്വയം ജീവൻ അർപ്പിച്ച മിശിഹ എന്ന നല്ല ഇടയനാണ് ഇതിന്റെ മാതൃക. അതായത് ഈശോയെ പോലെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന തന്റെ കൂടെയുള്ള ജനത്തെ നയിക്കുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവരെ പരിപാലിക്കുക എന്നുള്ളതെല്ലാം ഒരു പുരോഹിതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. ഇത്തരത്തിൽ പൗരോഹിത്യം എന്ന ദൈവവിളിയുടെ 3 പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് പ്രവാചക ദൗത്യം, വിശുദ്ധീകരണ ദൗത്യം, ഇടയ ദൗത്യം എന്നിവ. പ്രവാചക ദൗത്യം എന്നത് പ്രധാനമായും പഠിപ്പിക്കുക എന്നുള്ളതാണ്. വിശുദ്ധീകരണ ദൗത്യം എന്ന് പറയുന്നത് പ്രധാനമായും ദിവ്യബലിയുടെയും കൂദാശകളുടെയും കൂദാശ അനുകരണങ്ങളുടെയും എല്ലാം പരികർമ്മത്തിലൂടെ ദൈവജനത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ഇടയ ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെ തന്റെ സഭാതനയരെ, തന്റെ ജനത്തെ നയിക്കുക എന്നുള്ളതാണ്. തിരുസഭയിലെ മൂന്നാമത്തെ ദൈവവിളിയാണ് സന്യസ്ത ജീവിതം. സുവിശേഷ ഉപദേശങ്ങളായ അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ സ്വീകരിക്കുക വഴി നിർമ്മലനും ദരിദ്രനും അനുസരണമുള്ളവനുമായിരുന്ന ഈശോയെ തങ്ങളുടെ ജീവിതങ്ങളിലൂടെ ലോകത്തിൽ സ്ഥിരമായി വിസിബിൾ ആക്കുന്ന ഒരു ജീവിതാവസ്ഥയെയാണ് സന്യാസം എന്ന് പറയുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ മിശിഹായ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചവരാണ് സന്യസ്തർ. പൂർണ്ണമായും ഈശോയുടെ പോലെ ആയിത്തീരുക, ഈശോയുടെ സ്വന്തമായി തീരുക എന്നൊക്കെയാണ് സന്യസ്തരുടെ ജീവിത ലക്ഷ്യം. സന്യാസ ജീവിതത്തിന് വ്യത്യസ്തമായ രൂപങ്ങളാണ് നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ സാധിക്കുക. അത് ഒരുപാട് ശാഖകളുള്ള ഒരു വൃക്ഷത്തെ പോലെയാണ്. അതിന്റെ വിവിധ രൂപങ്ങളാണ് ഏകാന്ത ജീവിതം, ആശ്രമ പ്രസ്ഥാനം, കന്യകാ ജീവിതം, സമർപ്പിതരായിട്ടുള്ള വിധവകൾ, സന്യാസ ജീവിതം, ബ്രദർഹുഡ്, സ്ഥിരം ഡീക്കന്മാർ എന്നിവയൊക്കെ. ഈ സന്യാസ ജീവിതത്തിനും പ്രധാനമായിട്ടും 4 ലക്ഷ്യങ്ങൾ അഥവാ ധർമ്മങ്ങളുണ്ട്. അവ പ്രാർത്ഥന, പ്രേക്ഷിത പ്രവർത്തനം, അജപാലന പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം എന്നിവയാണ്. അതിൽ ഒന്നാമത്തേതാണ് പ്രാർത്ഥന. എല്ലാ സന്യസ്തരുടെയും ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും പ്രഥമമായിട്ടുള്ള സ്ഥാനം പ്രാർത്ഥനയ്ക്കാണ്. എല്ലാ സമർപ്പിതരും ഈശോയെ പോലെ പ്രാർത്ഥനയിലൂടെ ദൈവവുമായി ഐക്യത്തിൽ വളരേണ്ടവരാണ്. അതുകൊണ്ട് എല്ലാ സന്യസ്ത ജീവിതത്തിലുള്ളവരെയും ഏറ്റവും കൂടുതൽ പരിപുഷ്ടമാക്കുന്നത് പ്രാർത്ഥനയാണ്. രണ്ടാമത്തേതാണ് പ്രേക്ഷിത പ്രവർത്തനം. മിശിഹായ്ക്ക് സമർപ്പിതരായ എല്ലാ സന്യസ്തരും സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരാൻ വിളിക്കപ്പെട്ടവരാണ്. സഭാജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവരുള്ള വിവിധ സ്ഥലങ്ങളിലും
പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുവാനും ദൈവരാജ്യം വ്യാപിപ്പിക്കുവാനും സന്യസ്തർ കടപ്പെട്ടിരിക്കുന്നു. അതായത് ഈശോ നൽകിയ സുവിശേഷം പ്രസംഗിക്കുക എന്ന ദൗത്യം, മിഷൻ എന്ന ദൗത്യം ലോകത്തിൽ എല്ലായിടത്തും ഏറ്റവും സജീവമായി പകർന്നു നൽകാനുള്ള ദൗത്യം സന്യസ്തരിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തേതാണ് അജപാലന പ്രവർത്തനം. അതായത് ഒരു ഇടവകയാകുന്ന കുടുംബത്തെ കൂദാശകളുടെ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലേക്ക് നയിക്കാൻ സമർപ്പിതർക്ക് ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. ഇടവകയെ നയിക്കുന്ന പുരോഹിതരോട് കൂടുതൽ ആത്മാർത്ഥമായി സഹകരിച്ച് പ്രവർത്തിക്കുക വഴി സന്യസ്തർ അനേകരെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നയിക്കുന്നു. ഇതിന്റെ വിവിധ മേഖലകളാണ് വിശ്വാസ പരിശീലനം നൽകുക, കുഞ്ഞുങ്ങളെ കൂദാശ സ്വീകരണത്തിന് ഒരുക്കുക, യുവജനങ്ങളോടൊത്ത് പ്രവർത്തിച്ച് തിരുസഭയോട് ചേർത്ത് നിർത്തുക, അവരിൽ ഉത്തമ ക്രൈസ്തവ മനസാക്ഷി രൂപീകരിക്കാൻ സഹായിക്കുക, കുടുംബങ്ങളുമായി കൂടുതൽ ഇടപെട്ട് കുടുംബങ്ങളിൽ സന്ദർശിച്ച് അവരെ വിശ്വാസ ജീവിതത്തിൽ നിലനിർത്താൻ സഹായിക്കുക എന്നിവയെല്ലാം ഒരു പുരോഹിതനോട് ചേർന്ന് സന്യസ്തർ നിറവേറ്റേണ്ട അജപാലന പ്രവർത്തനത്തിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ സന്യസ്ത ജീവിതത്തിന്റെ മൂന്നാമത്തെ ധർമ്മമാണ് ഈ അജപാലന പ്രവർത്തനം. നാലാമത്തെ ധർമ്മമാണ് ജീവകാരുണ്യ പ്രവർത്തനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25 അധ്യായം 40 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നതാണ്. ഈശോയുടെ ഈ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രേക്ഷിതരായി എല്ലാ സന്യസ്തരും പ്രവർത്തിക്കുന്നു. പ്രധാനമായും ആതുര സേവനം, വിദ്യാഭ്യാസം, സാമൂഹിക പ്രവർത്തനം, സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരുടെ ഉന്നമനം തുടങ്ങിയവയിലൂടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം ലോകത്തിന് പകർന്നു കൊടുക്കുക എന്നുള്ളത് സന്യസ്തരുടെ ഒരു പ്രധാന ധർമ്മമാണ്. തിരുസഭയിലെ നാലാമത്തെ ദൈവവിളിയാണ് ഏകസ്ത ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഏകസ്ത ജീവിതം? അത് എങ്ങനെയാണ് മുൻപേ പറഞ്ഞ സന്യസ്ത ജീവിതത്തിൽ നിന്നും വ്യത്യാസമായിരിക്കുന്നത്? അതായത് വിവാഹ ജീവിതം, പൗരോഹിത്യ ജീവിതം, സമർപ്പിത ജീവിതം എന്നീ 3 ജീവിത വിളികൾ സ്വീകരിക്കാതെ അതേസമയം മിശിഹായെ അടുത്തനുഗമിച്ചുകൊണ്ട് സഭയുടെ ശുശ്രൂഷയ്ക്കായി സ്വയം സമർപ്പിച്ചിരിക്കുന്ന അൽമായ പ്രേക്ഷിതരാണ് ഏകസ്തർ എന്ന് വിളിക്കുന്നത്. അതായത് ഇവർ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല, പൗരോഹിത്യ വിളിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല, സമർപ്പിത ജീവിതം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അവർ ഒരു സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് ഈശോയ്ക്കായി പൂർണ്ണമായി സമർപ്പിക്കുകയും അതേസമയം അവർ ശുദ്ധത എന്ന പുണ്യം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു ജീവിതാന്തസ്സായി തിരുസഭ അംഗീകരിക്കുന്നുണ്ട്. ഈ ജീവിതശൈലിയുടെ മാതൃകയും ഈശോ തന്നെയാണ്. സന്യാസത്തിന്റെ വ്രതവും സമർപ്പണവും, അതായത് നമ്മൾ മുൻപേ പറഞ്ഞ അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങളിലും പങ്കുചേർന്നുകൊണ്ട് സഭയെ കെട്ടിപ്പടുക്കുന്നതിൽ അവർക്ക് നല്ല പങ്ക് വഹിക്കാൻ കഴിയും. അതേസമയം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാത്തത് കൊണ്ട് തന്നെ ശുദ്ധത എന്ന പുണ്യം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. അങ്ങനെ തിരുസഭയിലുള്ള 4 ദൈവവിളികളെ കുറിച്ച് നാം കണ്ടു കഴിഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒരു ദൈവവിളിക്ക് ചെവി കൊടുക്കാനും ഈ ദൈവവിളി സ്വീകരിച്ച് ജീവിക്കാനും ബാധ്യസ്ഥരാണ് നാം എല്ലാവരും. എന്തിനാണ് നാം ദൈവവിളി തിരിച്ചറിയേണ്ടതും സ്വീകരിക്കേണ്ടതും? ദൈവവിളി എന്നുള്ളത് നമ്മുടെ നന്മയ്ക്കും സന്തോഷത്തിനുമായി ദൈവം നമുക്ക് വേണ്ടി പ്രത്യേകമായി രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി ഓരോരുത്തരെ സംബന്ധിച്ചും വ്യത്യസ്തമാണ്. ഈ വിളി നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്നു. അത് വിവാഹമാണോ, പൗരോഹിത്യമാണോ, സമർപ്പിത ജീവിതമാണോ, ഏകസ്ത ജീവിതമാണോ എന്ന് നാം തിരിച്ചറിയണം. ഇതിൽ ഏതെങ്കിലും ഒരു ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കുക വഴി സഭയിലും സമൂഹത്തിലുമുള്ള നമ്മുടെ കടമ നിർവഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഈശോ നമ്മളിലൂടെ ഉദ്ദേശിക്കുന്ന വ്യക്തമായ ഒരു ഉദ്ദേശം, പദ്ധതി നമ്മിലൂടെ നടപ്പിലാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവവിളി തിരിച്ചറിയാൻ എപ്പോഴും വിശുദ്ധരുടെ മാതൃക തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ കൊച്ചു തെരേസ്യ, വിശുദ്ധ ഡോൺ ബോസ്കോ, ദമ്പതികളായ വിശുദ്ധ സെലിൻ മാർട്ടിൻ, ഇവരുടെ എല്ലാം കഥകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ ഇവർക്ക് ദൈവവിളി ലഭിച്ച സാഹചര്യങ്ങളും അവ സ്വീകരിക്കപ്പെട്ടത് എങ്ങനെയെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ദൈവവിളി തിരിച്ചറിയാനും സ്വീകരിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിന്റെ സഹായമാണ്. വിശ്വാസത്തിന്റെ വെളിച്ചം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ദൈവവിളി തിരിച്ചറിയാൻ സാധിക്കൂ. നമ്മുടെ ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്നാണ് എപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്.
കുറച്ച് ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ അത് ക്രിസ്തീയ മനസാക്ഷിയുടെ ഒരു സ്വരമാണ് ഈ വിളി. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, ജീവിതത്തിലെ എക്സ്പീരിയൻസസ്, അതുമായി ബന്ധപ്പെട്ട ഐഡിയകൾ, ആശയങ്ങൾ, ചിത്രങ്ങൾ, പദ്ധതികൾ എല്ലാം ദൈവവിളിയിലേക്കുള്ള സൂചന തരുന്നതാണ്. അതായത് നമ്മൾ വ്യക്തമായി നമ്മുടെ വികാരങ്ങളെയും, ആഗ്രഹങ്ങളെയും, ജീവിതാനുഭവങ്ങളെയും എല്ലാം അനലൈസ് ചെയ്യുക വഴി അത് ദൈവവിളിയിലേക്കുള്ള ഒരു സൂചന നമുക്ക് നൽകുന്നു. ഏതു ദൈവവിളിയാണ് നമുക്കുള്ളതെന്നും, അത് എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്നും, അതെങ്ങനെയാണ് പരിപോഷിപ്പിക്കേണ്ടതെന്നും. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന ഫ്രാൻസിസ് പാപ്പായുടെ അഭിപ്രായത്തിൽ ദൈവവിളി വിവേചിച്ചറിയുന്നതിന് 3 ഘട്ടങ്ങളാണ് ഉള്ളത്. 1, അതിനെ തിരിച്ചറിയുക, റെക്കഗ്നൈസ്. 2, അതിനെ വ്യാഖ്യാനിക്കുക, ഇന്റർപ്രറ്റ്. 3, അത് ചൂസ് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ഇതിൽ തിരിച്ചറിയുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിലെ അനുഭവങ്ങൾ, നമ്മുടെ മനസ്സിന്റെ വികാര വിചാരങ്ങൾ, ചിന്ത ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഞാൻ ഏത് വിളിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഏത് ജീവിതാന്തസ്സിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്, ഈ തിരിച്ചറിയൽ സംഭവിച്ചതിന് ശേഷം നാം അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കണം. ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് എവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ ഇരിക്കുന്നത്? ഏറ്റവും കൂടുതൽ സ്വസ്ഥത എനിക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ലഭിക്കുന്നത്? എനിക്ക് എന്താണ് കൂടുതൽ തൃപ്തി നൽകുന്നത്? യഥാർത്ഥമായ സ്നേഹത്തിന്റെ സന്തോഷത്തിലേക്ക് എന്നെ നയിക്കുന്നത് ഏത് സ്ഥലമാണ്? ഇതെല്ലാം ഇതിനെ വ്യാഖ്യാനിക്കാൻ നമ്മളെ സഹായിക്കും. അതായത് നമ്മുടെ വികാര വിചാരങ്ങളെ, നമ്മുടെ ചിന്തകളെ മനസ്സിലാക്കി അതിനെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കാൻ നാം ശ്രമിക്കണം. ഈ വ്യാഖ്യാനത്തിന് ശേഷം മൂന്നാമതായി നടക്കേണ്ട പ്രവൃത്തിയാണ് തെരഞ്ഞെടുക്കൽ. ഇതിന്റെ രണ്ടിന്റെയും അടിസ്ഥാനത്തിൽ എന്റെ വിളി ഇതാണെന്ന് സമ്മർദ്ദമോ ആവേശമോ ഇല്ലാതെ, മറ്റുള്ളവരിൽ നിന്നുള്ള ബാഹ്യ സമ്മർദ്ദമോ പ്രഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സൈറ്റ്മെന്റോ ഒന്നുമില്ലാതെ കൃത്യമായി നമ്മുടെ വിളിയെ തിരിച്ചറിഞ്ഞ് വ്യാഖ്യാനിച്ച് അതിനുശേഷം അതിനെ തിരഞ്ഞെടുക്കുക. നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. നമ്മൾ ആ കാര്യത്തിൽ പലപ്പോഴും ദുർബലരുമാണ്. അതുകൊണ്ട് തന്നെ ദൈവവിളി വിവേചിച്ചറിയുന്നതിൽ തെറ്റുകൾ പറ്റാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തീരുമാനങ്ങൾ വീണ്ടും വീണ്ടും പുനഃപരിശോധിക്കണം. അതൊരു ആവേശത്തിന്റെ പേരിലോ, ഒരു ബാഹ്യ സമ്മർദ്ദത്തിന്റെ പേരിലോ, മറ്റാരെങ്കിലും നമ്മളെക്കുറിച്ച് മാനുഷികരായ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ മാതാപിതാക്കളോ, നമ്മുടെ ബന്ധുക്കളോ എടുത്ത തീരുമാനങ്ങളുടെ ഫലമായോ ഉള്ള ഒരു തിരഞ്ഞെടുക്കലാകരുത്. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഏറ്റവും സ്വതന്ത്രമായ ഒരു തീരുമാനമായിരിക്കണം. അതിന് കൃത്യമായ ആത്മപരിശോധന നടത്തണം. അത് തെറ്റിയിട്ടില്ല എന്നറിയാൻ വീണ്ടും വീണ്ടും പുനഃപരിശോധിക്കണം. ഈശോയോടൊപ്പമുള്ള നിശബ്ദമായ പ്രാർത്ഥനാ നേരങ്ങൾ, മെഡിറ്റേഷൻ, ധ്യാനങ്ങളെല്ലാം അതിന് നമ്മെ സഹായിക്കും. നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഭക്തസംഘടനകൾ, പ്രസ്ഥാനങ്ങളെല്ലാം ഈ വളർച്ചയുടെ ഘട്ടത്തിൽ ഇതിന് നമ്മെ സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് എപ്പോഴും വളർന്നു വരുന്ന ക്രൈസ്തവരായ നാം എല്ലാവരും നമ്മുടെ പള്ളിയിലും ഇടവകയിലുമുള്ള യുവജന പ്രസ്ഥാനങ്ങളിലും സംഘടനകളിലും എല്ലാം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ തിരിച്ചറിയപ്പെട്ട് സ്വീകരിക്കേണ്ട ദൈവവിളികളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത 4 ദൈവവിളികൾ. എല്ലാം ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. വിവാഹം, പൗരോഹിത്യം, സന്യസ്ത ജീവിതം, ഏകസ്ഥ ജീവിതം. ഇതിൽ ഏതെങ്കിലും ഒരു ദൈവവിളി സ്വീകരിക്കുന്നവരായിരിക്കണം നാം എല്ലാവരും. ഈ ദൈവവിളി തിരിച്ചറിയാനുള്ള ചില മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രചോദനം, ആന്തരിക പ്രചോദനം. ഒരു പ്രത്യേക വിളിയോട് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ഇഷ്ടം. അതായത് വിവാഹ ജീവിതത്തിനോടാണോ, പൗരോഹിത്യ ജീവിതത്തിനോടാണോ, സന്യസ്ത ജീവിതത്തിനോടാണോ എനിക്ക് കൂടുതൽ ഇഷ്ടം, ആഭിമുഖ്യം, ആകർഷണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ നമുക്ക് തോന്നുന്ന ഒരു പ്രചോദനമാണ്. ഒരു പ്രത്യേക പ്രായം ആകുമ്പോൾ. ഇതാണ് ഇത് തിരിച്ചറിയാനുള്ള ആദ്യത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം, ആ പ്രചോദനം മനസ്സിലായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്ന് നിശബ്ദമായി കൂടുതൽ സമയം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. ഇത് എല്ലാ വിളിയിലും പ്രധാനപ്പെട്ടതാണ്. പൗരോഹിത്യ ജീവിതത്തിലും സന്യസ്ത ജീവിതത്തിലും മാത്രമല്ല, വിവാഹ ജീവിതത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മൂന്നാമത്തേതാണ് ആത്മീയമായ ഉപദേശം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇങ്ങനെയൊരു നമ്മുടെ വിളിയെക്കുറിച്ച്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതാന്തസ്സിനെ കുറിച്ചുള്ള വിളിയെക്കുറിച്ച് ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ഉപദേശം തേടാൻ നമുക്ക് സാഹചര്യങ്ങളുണ്ട്. അതിന് യോഗ്യരായ വൈദികരോടോ, സമർപ്പിതരോടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദേശങ്ങൾ തരുന്ന സ്പിരിച്വൽ മെന്റേഴ്സിനോടോ നിങ്ങൾക്ക് ഉപദേശങ്ങൾ ആരായാം. മാതാപിതാക്കളോടും നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അന്വേഷിക്കാം.
അവരുടെ ഉപദേശം കേൾക്കാം. അതനുസരിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുക. ഇതിൽ 4മത്തെയാണ് ദൈവവചന വായനയും വിശുദ്ധരുടെ ജീവിത മാതൃകയും. വിവാഹ ജീവിതത്തിലൂടെയും പൗരോഹിത്യ ജീവിതത്തിലൂടെയും സന്യാസ ജീവിതത്തിലൂടെയും ഏകസ്ഥ ജീവിതത്തിലൂടെയും ഈശോയുടെ സ്വന്തമാകാനും അവിടത്തേക്ക് വേണ്ടി അയക്കപ്പെടാനും ഈശോ ഇന്നും നമ്മെ ക്ഷണിക്കുന്നുണ്ട്. സ്വന്തം ജീവിതാന്തസ്സ് ഏതെന്ന് തിരിച്ചറിയാനും അത് സ്വീകരിക്കാനും വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ഈ പാഠം അവസാനിപ്പിക്കുമ്പോൾ 12ാം ക്ലാസ്സുകാരായ നാം മനസ്സിലാക്കേണ്ടത് തിരുസഭയുടെ പഠനമനുസരിച്ച് പഠിപ്പിക്കൽ അനുസരിച്ച് ഏതെങ്കിലും ഒരു ജീവിതാന്തസ്സ് തിരഞ്ഞെടുത്തവരായിരിക്കണം നാം എല്ലാവരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥനയോടെയുള്ള വിശുദ്ധ ഗ്രന്ഥ വായനയും വിശുദ്ധരുടെ ജീവിത മാതൃക മനസ്സിലാക്കലും നമ്മുടെ ഈ ആന്തരിക പ്രചോദനത്തെ കൂടുതൽ വ്യക്തമായ തിരിച്ചറിവിലേക്ക് നയിക്കാൻ സഹായിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.